notches leads the whole world humanity into a new practice of water conservation. Forget about the cliched images of women waiting in long queues with a pot in the head for water. Here is a team, women digging wells manually, which always rated as man's game. Fed up with the endless wait for drinking water even after heavy monsoon, the ordinary rural women folk thought of making it happen by putting their heart and health into it. This is a women team of Pukottukavu, a small panchayat in Palakkad district, Kerala, who volunteered and became the pilots of the idea of a long-lasting solution for the water scarcity in the world. This is something the whole world should look at, the successful determination of a group of women in addressing life-threatening issues of environment today. These wells and ponds are the secret redeem of these women against the ignorant, selfish attitude of the humanity towards the natural resources in the earth. The ostentatious lifestyle of modern man exploited the nature and earth to a patch. His endless greed drilled the land with machines to intrude the groundwater through tube wells. Here comes the greatness of the unskilled ladies of Pukottukavu and their dedication and confidence in attempting reconquering of wells and ponds. മണ്ണിനും വെള്ളത്തിനും പൊതുവിൽ പരിസ്ഥിതിക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു 2 വർഷത്തിനകമെങ്കിലും എല്ലാ വീടുകളിലും എല്ലാ സമയത്തും കുടിവെള്ളം ലഭ്യമാവുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കിണർ കുഴിക്കുന്ന പ്രവൃത്തിയാണ്. ഇതിനകം തന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലാണ് ചെയ്യുന്നത്. 300ഓളം സ്ത്രീ തൊഴിലാളികൾ കിണറുകൾ കുഴിക്കുന്നുണ്ട്. ഞങ്ങളൊരു 2 വർഷത്തിനകം ആവശ്യമായ എല്ലാ വീടുകളിലും വെള്ളം ലഭ്യമാകുമെങ്കിൽ കിണർ കുഴിച്ചു കൊടുക്കാൻ സാധിക്കും എന്നാണ് ഇപ്പം ഞങ്ങളുടെ ഒരു ധാരണ. ആ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഞാനിതിനെ കാണുന്നത് ഒരു കിണർ കുഴിക്കുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾ, വളരെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിലാണ് അതിൻ്റെ പ്രാധാന്യം. എന്താണ് ആ സന്ദേശം എന്ന് വെച്ചാൽ, സാധാരണ ഇപ്പോൾ വരൾച്ചയുടെ ഒരു ചിത്രം ലോകത്തെമ്പാടും അങ്ങനെ തന്നെയാണ്. കുറേ സ്ത്രീകൾ ടാപ്പിന് മുന്നിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ടാങ്കർ ലോറി കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ കുടങ്ങൾ തലയിൽ വെച്ച് ഇങ്ങനെ ഇതിലേക്ക് യാത്ര പോകുന്നു. ഇതൊക്കെയാണ് വരൾച്ചയുടെ ഒരു സിമ്പലായിട്ടുള്ള, പ്രതീകമായിട്ടുള്ള, ആഗോളമായിട്ടുള്ള ചിത്രങ്ങൾ. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾ കാണിച്ചു തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വെള്ളമില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകും? അടുത്ത പഞ്ചായത്തിലോ മറ്റെവിടെയെങ്കിലും ഒരു പുഴയുണ്ട്, അവിടെ പോകാം എന്ന് കരുതിയിട്ട് കാര്യമില്ല. വെള്ളമില്ലെങ്കിൽ നിങ്ങൾ മണ്ണിന്റെ അടിയിലേക്ക് പോവുക. അതാണ് ഞങ്ങളുടെ ഒരു സന്ദേശം. അതുകൊണ്ട് ഞങ്ങൾ കുഴിച്ച കിണറിന്റെ എണ്ണമല്ല പ്രാധാന്യം, ഞങ്ങൾ ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശം. It is something unimaginable for others when bangled hands digging, which needs muscle power and believed unfeminine. They overcome all such barriers and troubles on the way and achieved a revolutionary saga within short time. In spite of all criticism and allegations on Mahatma Gandhi National Rural Employment Guarantee Scheme and Kudumbashree led the movement ensuring the participation of registered women under these schemes from each house of the Panchayat and proved the schemes are still productive and relevant. പൂക്കോട്ട് പഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ 190 കിണർ ഇതുവരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 174 കിണർ റീചാർജ് ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഈ 190 കിണറും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 300 സ്ത്രീകളാണ് കിണർ കുഴിക്കാനായിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. കിണർ കുഴിക്കുമ്പോൾ അൺസ്കിൽഡായിട്ട് തൊഴിലാളികളാണ് ഇതുവരെ കിണർ കുഴിച്ചിട്ടുള്ളത്. പക്ഷെ തുടക്കത്തിലൊന്നും ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല.
ഒന്നാമത്തെ കിണർ തുടങ്ങുമ്പോൾ അൺസ്കിൽഡായിട്ടുള്ള തൊഴിലാളികൾ തന്നെയാണ് ചെയ്തതെങ്കിലും പിന്നെ അവരുടെ ഇച്ഛാശക്തിയോട് കൂടിയിട്ടും അതുപോലെ അവരുടെ ചെയ്ത് സ്കില്ലായി മാറിയിട്ടുണ്ട് അവർ. ഇപ്പോൾ 190 കിണർ വളരെ ഭംഗിയായിട്ട് തൊഴിലാളികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലിയെ കിട്ടുകൊണ്ട് തന്നെ നല്ല ആളുള്ള കിണർ 15 മീറ്റർ വരെയുള്ള കിണർ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. The initial discussion of the digging project flew from a meeting of NREGS workers and Kudumbashree members organized by Pookkottukavu Panchayat to find out an ultimate solution for the increasing unavailability of drinking water in the area. The Kudumbashree ADS leadership took the responsibility of recharging and digging wells and ponds by ignoring the frownings and mockings around. Now the success story of those 300 housewives reach out to 190 wells made well with crystal clear water stringing up. പഞ്ചായത്തിലെ 12 വാർഡിലെ സ്ത്രീകളെ ആദ്യം കുഴിച്ച കിണറാണ് ഈ കിണർ. ഓടാട്ടത്തൊടി ജാനിക്ക് കുഴിച്ചതാണ്. പിന്നെ കുഴിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പേടിയൊക്കെ തീർന്നു. ആദ്യമൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ പേടിയില്ലാതെ ഞങ്ങൾ കിണർ കുഴിച്ചാൽ നോക്കി. 12 വാർഡിൽ ഞങ്ങൾ കുറേ കിണർ കുഴിച്ചിട്ടുണ്ട്. 18 കിണർ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ 100ാമത്തെ കിണറായപ്പോൾ ഞങ്ങൾക്ക് നല്ല ധൈര്യം വന്നു. ഇനി ഞങ്ങൾ എത്ര കിണറുണ്ടെങ്കിലും ഞങ്ങൾ കുഴിക്കുന്നത് ഞങ്ങൾ ഇതിൽ പുറത്ത് കൊടുത്തിട്ടുണ്ട്. Look at them. These women team include young ladies of 30s and age-old grandmothers. But the confidence, willingness and the maximum effort they put in to achieve their dream is commendable. Even though the responsibility is highly challenging, which is masculine, skill-oriented and risky, the housewives took it with confidence, made it happen successfully. ആദ്യമായി ഞങ്ങൾക്ക് കിണർ കുത്തുന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതിപ്പോൾ ഞങ്ങളെല്ലാം ശീലിച്ചു. ഞങ്ങൾക്ക് കിണർ പണി എന്ന് പറയുമ്പോൾ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് നല്ല ഇതായിട്ട് ഒരാളും കൂടി നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ അവർ പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ പണികളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പിന്നെ കിണറിൽ ഇറങ്ങാനും പണിയെടുക്കാനും ഒക്കെ നല്ല ധൈര്യം ഇതും കിട്ടി. Living in an age of women became pilots and flying to stars, but still these are the kinds of jobs restricted in men and handled by them traditionally. Here is where these very ordinary women from a village destroys the age-old ideals and creates new history by drilling wells and quench the thirst of the people. This is the best lesson to the society, how the tender touch of woman tingled the earth for producing pure water. സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പുറമേ നിന്ന് പറയുമ്പോഴും അവർക്ക് അതെല്ലാം ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു പരിശീലനമോ അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് അങ്ങനെയൊന്നും നമ്മൾ നൽകിയിട്ടില്ല. എന്ത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവരെല്ലാം അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പിന്നെ അവർക്കത് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. The each and every wells they made is a perfect craft. The unskilled group now expertised in digging it perfectly, and the expenditure is even cheap, just 1/4 of the ordinary rates outside. Each well is made with beautiful slabs and notches, which they call pamberi. These wells are proved useful even in summer. Watch them. More than 45 women are making the pond. The village Pookkottukavu spread the message of water conservation through digging and preserving wells and ponds by practicing it. This project Jalolotsav ensured the participation of at least one member from the beneficiary household. There is no such viewers in development. All are participants. It is the message they try to practice. The team women of Pookkottukavu rewrote the existing concepts of development by digging out purity and cleanliness from the labs of the earth.